ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയുടെ പതാകയേന്തിയ കപ്പലുകൾ തല ഉയർത്തിയാണ് നീങ്ങുന്നത്. യുദ്ധബാധിതമായ ഈ മേഖലയിൽ ഇറാൻ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും 2 ഇന്ത്യൻ വാതക വാഹിനി കപ്പലുകൾക്ക് കടന്നുപോകാൻ അനുമതി ലഭിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി മാറിയിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് ദീർഘകാല നയതന്ത്ര ഇടപെടലിന്റെ ഫലം തന്നെയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചെക്ക് പോയിന്റിൽ ഇന്ത്യക്ക് മാത്രം ലഭിക്കുന്ന ഈ പരിഗണന ആഗോള രാഷ്ട്രീയത്തിൽ മോദി സർക്കാരിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% നിയന്ത്രിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വഴി ഏകദേശം 92,712 മെട്രിക് ടൺ LPGയുമായി ശിവാലിക്, നന്ദാദേവി എന്നീ ഗ്യാസ് കാരിയറുകളാണ് ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി യാത്ര തിരിച്ചത്. ലോകത്തെ ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളുടെയും കപ്പലുകൾ കടലിടുക്കിന് പുറത്ത് കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം. അതേസമയം തന്നെ ഈ നയതന്ത്രപരമായിട്ടുള്ള വിജയത്തെ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടെയുള്ള പല വിദഗ്ധരും പറയുന്നത് ഇറാന്റെ ഔദാര്യമാണ് എന്നാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അമേരിക്ക ഇപ്പോഴും ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് തന്നെ വേണം പറയാം. ഹോർമുസിൽ ഇറാന്റെ ഭീഷണി നേരിടാൻ സഖ്യരാജ്യങ്ങൾ US-നൊപ്പം ചേരാത്തതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത അമർഷം. കാലങ്ങളായി US സഹായം നൽകുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ മുഖം തിരിച്ചതാണ് ട്രംപിനെ കുഴപ്പിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ട്രംപ് ഒറ്റപ്പെടുന്നു. ട്രംപിനെ കുഴപ്പിക്കുന്നത് ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം പരിഹാരമാകാതെ തുടരുന്നത് കൂടിയാണ്. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് നിലച്ചു. എന്നാൽ ക്രൂഡ് ഓയിൽ കയറ്റി ഇറാന്റെ കപ്പലുകൾ പോകുന്നുണ്ട്. തങ്ങളോട് ആലോചിക്കാതെ US സ്വയം തുടങ്ങിയ യുദ്ധമാണ് പശ്ചിമേഷ്യയിലേതെന്നാണ് മിക്ക രാജ്യങ്ങളുടെയും നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ US-നൊപ്പം നിൽക്കാൻ മറ്റുള്ള രാജ്യങ്ങളും മടിക്കുന്നത്. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും പല രാജ്യങ്ങളും ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച കുറച്ചു. പണപ്പെരുപ്പ് ഭീഷണിയുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഹോർമുസിലേക്ക് പടക്കപ്പലുകൾ അയക്കാനുള്ള തീരുമാനമില്ലെന്നും ജർമ്മനി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് സംരക്ഷിക്കാൻ US-നൊപ്പം ചേരാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറാകാത്തത് ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർത്തി. ബ്രന്റ് ക്രൂഡ് 2.43% ഉയർന്ന് $102 WTI $95. മർബൻ ക്രൂഡ് $106. ഹോർമുസിലൂടെ കൂടുതൽ കപ്പലുകൾ കടത്തിവിടുമെന്ന സൂചനകളെ തുടർന്ന് വില അല്പം താഴ്ന്നിരുന്നു. ഇത് രാജ്യാന്തര തലത്തിൽ വിപണികളെയും ഉയർത്തി. എന്നാൽ ട്രംപിന്റെ പ്ലാൻ നടക്കില്ലെന്ന് നിക്ഷേപകർക്ക് തോന്നിയതോടെ വില വീണ്ടും ഉയരുകയായിരുന്നു. ഹോർമുസിലൂടെ ക്രൂഡ് ഓയിൽ കടത്താൻ ഇറാനിയൻ കപ്പലുകളെ US അനുവദിക്കുന്നുണ്ടെന്നും ഇന്നലെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിരുന്നു. വിപണിയിൽ വിതരണം മുടങ്ങാതിരിക്കാനാണ് നീക്കമെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഹോർമുസിൽ സുരക്ഷയൊരുക്കാൻ വിവിധ രാജ്യങ്ങളെ അണിനിരത്തുന്ന സഖ്യം ഉടൻ പ്രഖ്യാപിക്കുമെന്നും US പറയുന്നു. ഇതിലേക്ക് ചേരാൻ രാജ്യങ്ങൾ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പ്രതിസന്ധിക്കിടെയാണ് US നീക്കങ്ങൾ. നാവികസേനയുടെ അകമ്പടിയും ഉയർന്ന ഇൻഷുറൻസ് തുകയും വാഗ്ദാനം ചെയ്തിട്ടും ഇറാന്റെ അനുമതിയില്ലാതെ ഹോർമുസിലൂടെ സഞ്ചരിക്കാൻ കപ്പലുകൾ തയ്യാറാകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ചില കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സുരക്ഷാ വിദഗ്ധരും പറയുന്നത്. ഇറാന്റെ ആക്രമണശേഷി കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഹോർമുസിൽ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ US തയ്യാറാകൂ എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പശ്ചിമേഷ്യ പ്രതിസന്ധിക്കിടെ വമ്പൻ കുതിപ്പുമായി ഇന്ത്യൻ ഓഹരി വിപണി. ഇരു സൂചികകളും 1% നേട്ടത്തിലായി. 3 ദിവസത്തെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷമാണ് തിരിച്ചുവരവ്. നേട്ടത്തോടെ വ്യാപാരം തുടങ്ങിയ വിപണി പിന്നീട് ചാഞ്ചാട്ടത്തിലായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വിപണി വലിയ നേട്ടത്തിലേക്ക് കുതിച്ചു. ബാങ്കിംഗ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ സെക്ടറുകളിൽ വാല്യൂ ബൈയിങ് ശക്തമായാണ് വിപണിക്ക് നേട്ടമായത്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളുടെ ഓഹരികൾ യഥാർത്ഥ വിലയേക്കാൾ റിയൽ വർത്ത് താഴെയാകുമ്പോൾ വാങ്ങുന്നതിനെയാണ് വാല്യൂ ബൈയിങ് എന്ന് വിളിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി US ചെങ്കടലിൽ വിന്യസിച്ച USS ജെറാൾഡ് ഫോർഡിലെ തീപിടുത്തം 30 മണിക്കൂറിലേറെ നീണ്ടുനിന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. US മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട തീപിടുത്തം മൂലം കപ്പലിലുണ്ടായിരുന്ന ഡസൻ കണക്കിന് സൈനികർക്ക് പുക ശ്വസിച്ചതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിലെ തീപിടുത്തം കഴിഞ്ഞ ആഴ്ച നാവികസേന സ്ഥിരീകരിച്ചിരുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട
തീപിടുത്തമല്ലെന്നും തീ നിയന്ത്രണ വിധേയമാണെന്നും US നാവികസേന അറിയിക്കുകയുണ്ടായി. 2 നാവികർക്ക് ജീവൻ അപായമില്ലാത്ത പരിക്കുകൾ പറ്റിയെന്നും അറിയിച്ചിരുന്നു. കപ്പലിലെ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ തീപിടുത്തം ബാധിച്ചിട്ടില്ലെന്നും ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കി. കപ്പലിലെ 4500ഓളം ജീവനക്കാർക്കും എയർ വിങ്ങിനും നിലവിലുള്ള സാഹചര്യങ്ങൾ അത്ര മികച്ചതല്ലെന്നാണ് റിപ്പോർട്ട്. തീപിടുത്തത്തിൽ ഏകദേശം 600 നാവികരുടെ കിടക്കകൾ കത്തിനശിച്ചു. ലോണ്ടറി ഏരിയയിലാണ് പ്രധാനമായും തീപിടുത്തമുണ്ടായത് എന്നതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ അലക്കുന്നതിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. കപ്പലിലെ ടോയ്ലറ്റുകളിലെ പ്രശ്നങ്ങളും രൂക്ഷമാണ്. തുടർച്ചയായി 10 മാസമായി USS ജെറാൾഡ് ഫോർഡ് വിന്യസിക്കപ്പെട്ടിട്ട് കഴിഞ്ഞ ജൂണിൽ വിർജീനിയയിൽ നിന്ന് പുറപ്പെട്ട ഈ വിമാനവാഹിനി കപ്പൽ അറ്റ്ലാന്റിക് കടന്ന് മെഡിറ്ററേനിയനിലേക്കും വെനസ്വേലയിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ വീണ്ടും അറ്റ്ലാന്റിക് കടന്ന് കരീബിയനിലേക്കും ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിലേക്കും എത്തിയിരിക്കുകയാണ്. നിലവിലെ വിന്യാസം ഏപ്രിൽ പകുതിയോടെ വരെ നീണ്ടു നിന്നാൽ വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ഒരു US വിമാനവാഹിനി കപ്പലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ വിന്യാസമായി ഇത് കണക്കാക്കപ്പെടുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധമുഖത്തും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപിനൊപ്പം മറ്റുള്ള രാജ്യങ്ങൾ നിൽക്കാതിരിക്കുന്നതും ട്രംപിനെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് കടക്കാനായിട്ട് മറ്റു രാജ്യങ്ങളുടെ സഹായം അമേരിക്കയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകൾ മാത്രമാണ് അതുവഴി കടന്നു പോകുന്നത്. യുദ്ധമുഖത്തും ഭാരതത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ നയതന്ത്രപരമായി പതറുമ്പോഴും റഷ്യയുമായി ഇറാനുമായി ഒരേ സമയം ബന്ധം നിലനിർത്തിക്കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇന്ത്യയുടെ ന്യൂ ഇന്ത്യ പോളിസി ലോകത്തിലെ തന്നെ ഒരു പുതിയ പാഠപുസ്തകമാണ്.